നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. തേങ്ങയും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മധുരമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടൊരു 4 മണി പലഹാരം. അപ്പോൾ അരിപ്പൊടി വാട്ടിയെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അരിപ്പൊടി എടുത്തത്. അപ്പോൾ നമുക്ക് പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതാ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ കുഴച്ചാൽ ഒന്നും കൂടെ മയം കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു തൊടുമ്പോൾ ഇങ്ങനെ ഇതാവണം കേട്ടോ. ഇതുപോലുള്ള ഉണ്ടകളാക്കി എടുക്കാം കേട്ടോ. ഇതെങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതാ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് പുട്ടുതൂക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ തൂക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇതെടുത്തിടാം കേട്ടോ. ഇതിലേക്കുള്ള തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പുട്ട് ചുടുന്ന പോലെ തൂക്കിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തൂക്കിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ബോൾസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പുട്ട് ചുടുന്ന പോലെ അതേപോലെ തന്നെ തൂക്ക് നിറയെ കുറ്റി നിറച്ചും അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറ്റി നിറച്ചും ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ദാവി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൂക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.